നമസ്കാരം. 2025 വർഷഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 വർഷഫലത്തിൽ പൂരം നക്ഷത്രത്തിൽക്കാർക്ക് ഈയൊരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. 2025 ശനി, വ്യാഴം എന്നീ ഗ്രഹങ്ങൾ രാശി മാറുകയാണ്. ആ രാശി മാറ്റത്തോടു കൂടി പൂരം നക്ഷത്രക്കാർക്ക് 2025 ഒരുപാട് നേട്ടങ്ങളും അതുപോലെ തന്നെ ചെറിയ ദോഷങ്ങളും വരുന്നുണ്ട്. കൂടുതൽ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും ഒരുപാട് നേട്ടങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. വിദേശത്തു നിന്നും നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടത്തോടു കൂടി കടന്നു വരുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ചിലവിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം നിങ്ങൾക്ക് ഏർപ്പെടുത്തുവാൻ സാധിച്ചാൽ വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. യാത്രകൾക്ക് സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നത്. യാത്രയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുകയും ധനലാഭം ഉണ്ടാകുകയും അംഗീകാരങ്ങൾ ലഭിക്കുവാനും സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. മാനസികപരമായ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നൊരു വർഷം തന്നെയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുക, ഇതിനെ കൊണ്ട് സാധിക്കില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കുക, മറ്റുള്ളവർ നമ്മൾ എന്ത് വിചാരിക്കും എന്ന് കരുതി പല കാര്യങ്ങൾക്കും ഇറങ്ങാതെ നിങ്ങളുടെ സന്തോഷങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരവസ്ഥ, ഇതെല്ലാം ഈ ഒരു വർഷം കാണുന്നുണ്ട്. വളരെ ധൈര്യത്തോടു കൂടി ഒരു കാര്യത്തിന് ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള പിണക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നൊരു വർഷം തന്നെയാണ്. സംസാരം, പെരുമാറ്റം ഇതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. ഇല്ല എന്നുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും പിരിയുകയും അകലുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. മുതിർന്ന ബന്ധുക്കൾക്ക് അവരുടെ ആരോഗ്യത്തിനും വേണ്ടി ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ചിലവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റേതായ സാമ്പത്തികം കണ്ടെത്തുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉയർച്ച ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും പിരിയുകയും അകലി ചെയ്ത് നിന്നിരുന്നു എന്നുണ്ടെങ്കിലും അവർക്ക് നല്ലൊരു നേട്ടം, നമ്മുടെ ജീവിത പങ്കാളിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു വർഷം തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്വം തന്നെയാണ്. ക്ഷമയോടുകൂടി നല്ല രീതിയിൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. മാതാവിനോ അതിന് തുല്യമായ മറ്റു വ്യക്തി, അതായത് അമ്മാവനോ മാതാവിനെ പോലെ കാണുന്ന വ്യക്തികൾക്കോ വേണ്ടി സാമ്പത്തികം ചിലവാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി കൂടുതലും നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം ഉണ്ടാകുന്നൊരു വർഷം തന്നെയായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ മെച്ചപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട സാഹചര്യത്തിൽ സഹോദരനിൽ നിന്നും സഹായം കൂടുതലായി ലഭിക്കുവാനും ഈ ഒരു വർഷത്തെ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ നിസ്സാരമായി ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അതിനു പുറമെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു വരുവാനും സാധ്യതയുണ്ട്. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടുന്നവർ വളരെ ശ്രദ്ധ പാലിക്കേണ്ട വർഷം തന്നെയാണ്. നിങ്ങൾ ആദ്യ സമയങ്ങളിൽ ലാഭം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ വരികയും എന്നാൽ ആദ്യ പകുതിക്ക് ശേഷം ഈ ലാഭവും അതിനോടൊപ്പം മുടക്കിയ മുതൽ സഹിതം നഷ്ടത്തിൽ പോകാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. വളരെ ശ്രദ്ധയോടുകൂടി ഊഹക്കച്ചവടം കൈകാര്യം ചെയ്യുക. ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞു കഴിയേണ്ട ഒരവസ്ഥ ഈ ഒരു വർഷത്തിൽ കാണുന്നത്, അതായത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കളിൽ നിന്നും അകന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ കൂടുതലായി കാണപ്പെടുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂ, മറ്റ് ടെസ്റ്റുകൾ ഇതിലെല്ലാത്തിലും വിജയം കൈവരിക്കുവാനും നേട്ടങ്ങൾ ഉണ്ടാവാനും സാധ്യത കൂടുതലായി കാണുന്ന വർഷം തന്നെയാണ്. അന്യരുടെ സഹായം നിങ്ങൾക്ക്
നിസ്സാര കാര്യങ്ങൾക്ക് പോലും ലഭിച്ചേക്കാം. കാരണം നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും മറ്റുള്ള ഒരു പരിചയമില്ലാത്ത വ്യക്തികളായിരിക്കും നമ്മളെ സഹായിക്കുവാനായിട്ട് വരുന്നത്. ബിസിനസ് നടത്തുന്നവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. ഗ്രഹനിർമ്മാണത്തിൽ പുരോഗതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾക്ക് ഉടൻ തന്നെ ആ ഗ്രഹത്തിൽ കയറി താമസിക്കുവാൻ വരെ സാധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. സന്താനങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം മൂലം വിഷമങ്ങൾ ഉണ്ടാകുകയും എന്നാൽ അത് മാസ അവസാനത്തോടു കൂടി അല്ല ഈ ഒരു വർഷത്തിൻ്റെ അവസാനം മാസത്തിൻ്റെ ഒരു 6 മാസം 7 മാസം കഴിയുന്നതോടുകൂടി അതിലൊരു മാറ്റം വരികയും എന്നാൽ ആരോഗ്യം മെച്ചപ്പെട്ടു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് 2025 ഉണ്ടാകുന്ന ഒരു ഗുണഫലങ്ങൾ അത് വർദ്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനും ദോഷങ്ങൾ വളരെ കുറയുകയും ആരോഗ്യമെല്ലാം തിരിച്ച് വീണ്ടെടുക്കുവാനും സാധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ദേവീ ക്ഷേത്രത്തിൽ നിത്യവും ദർശനം ചെയ്യുകയും ദേവിക്ക് വഴിപാട് അർപ്പിക്കുകയും പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ദേവിക്ക് പൂക്കൾ അർപ്പിക്കുകയും എല്ലാം ചെയ്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നേട്ടമുണ്ടാകും. കൂടുതലും ഭദ്രകാളി ക്ഷേത്രത്തിൽ രൗദ്രദേവതകളായ ദുർഗ, ഭദ്ര, ചാമുണ്ടീശ്വരി എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ഗുണഫലങ്ങൾ ജീവിതത്തിൽ ഒരുപാടായി വരികയും ദോഷങ്ങൾ കുറയുകയും എല്ലാം ചെയ്യും.